ആ, ഇനിയാണ് നമ്മുടെ സുഡാൻ്റെ വിഷയം പറയുന്നത്. സുഡാൻ്റെ വിഷയത്തിൽ ഞാനവിടെ ന്യൂസാക്കി എടുത്തു വെച്ചിട്ടുള്ളത് അൽ ജസീറേൻ്റെ ന്യൂസാണ്. അപ്പോൾ അൽ ജസീറ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ട്രൂ ജെനോസൈഡ്, RSF കിൽസ് അറ്റ്ലീസ്റ്റ് 1500 പീപ്പിൾ ഇൻ സുഡാൻസ് എൽ ഫഷർ. സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 2 ലക്ഷം പേരെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. നമ്മുടെ എത്രത്തോളം ഭീകരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റിൽ നിന്നിട്ടുള്ള ഇമേജസിൽ നിന്ന് വരെ ചോരപ്പുഴ ആണ് കാണുന്നത്. ആ ലെവലിലുള്ള സീരിയസ്നെസ് ആണ്, ആ ലെവലിലുള്ള ഗൗരവമുള്ള ഏറെ വിഷയമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സുഡാനിൽ നടക്കുന്ന വിഷയം എന്ന് പറയുന്നത്. അപ്പോഴും ഇവിടെ ജനോസൈഡ് എന്ന് പറയാൻ ആർക്കും താല്പര്യമില്ല. ഇനിയിപ്പോൾ ഇവർ പറഞ്ഞ കണക്ക് പ്രകാരം തന്നെ 67,000-65,000 പേരാണ്. അത് ഓരോ ദിവസം യുദ്ധം നിർത്തിയിട്ടും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് കോമഡി. ഓരോ യുദ്ധം നിർത്തിയിട്ടും 2 ദിവസം കൊണ്ട് 1000, 500 ആവുന്നുണ്ട് ആ ഒരു കണക്കെന്ന് പറയുന്നത്, 65,000 എന്ന് പറയുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇതേ അൽ ജസീറയാണ് ഇപ്പോൾ ഇവിടെ വന്ന് പറയുന്നത് ഇതൊരു ട്രൂ ജനോസൈഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പം എന്താ ഇസ്രായേൽ കാണിച്ചത് ജനോസൈഡ് അല്ല എന്നാണ് അൽ ജസീറ പറയുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ കാരണമുണ്ട്. അതിനൊരു കാരണം വെച്ചാൽ ഇപ്പോൾ കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും. അതായത് ഇതിന്റെ പിന്നിൽ UAE ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഇതിന്റെ ഇടയിൽ കൂടെ UAE കൊണ്ടുവന്നിട്ട് ഖത്തർ UAE ആ വിഷയം ഇതിനകത്ത് ആളിക്കത്തിക്കുക എന്നുള്ളതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഖത്തർ ഈ അൽ ജസീറയുടെ പണിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ഇസ്രായേൽ അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് സയനിസം, ഇസ്രായേൽ ഒക്യുപ്പയർ ആ ലെവലിൽ കൊണ്ടുപോയി. ഇസ്രായേൽ US റിലേഷൻ അങ്ങനെ പോയി. ഇപ്പോൾ സുഡാനിലെ വിഷയം വന്നപ്പോൾ UAE ഈ പറയുന്ന അബ്രഹാം അക്കോർഡുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുള്ളൊരു എതിർപ്പുണ്ട് ഇവർക്ക്. പിന്നെ പണ്ട് ഖത്തറിനോട് കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഈ UAE തന്നെ മറ്റ് മിഡിൽ ഈസ്റ്റ് അറബ് രാഷ്ട്രങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിനൊരു പക വീട്ടാനുള്ള ഒരു അവസരമായിട്ടാണ് ഇപ്പോൾ അവരത് ഉപയോഗിക്കുന്നതും ഇവർ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ആലോചിക്കേണ്ടത് വെച്ചാൽ ഈ UAEയുടെ ചില സപ്പോർട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് സുഡാനിൽ. പക്ഷേ ഇത് അവർ തുടങ്ങി വെച്ചത് അവർ തന്നെ അവസാനിപ്പിക്കാനുള്ള സ്റ്റെപ്സും അവരെടുത്തു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലായത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഈ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കുക എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം അവരും തിരിച്ചറിയുന്നത് പിന്നീടാണ്, ഇത് ഇത്രയും വലിയ ഡേഞ്ചറാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ സാധനം വന്നു, അതോടുകൂടി ഇവർ അത് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. UAE ഞങ്ങൾ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ തന്നെ അത് അവസാനിപ്പിച്ചോളൂ, ഞങ്ങൾ ആരെയും മുകളിലേക്ക് ബ്ലെയിം വെക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് സംഭവിച്ചപ്പോൾ എന്തായി, ഇത് UAE അവിടെയും മിടുക്കന്മാരായി മാറുകയാണ് കണ്ടത്. അപ്പോൾ അതിനകത്ത് UAE, ഇസ്രായേൽ, US പിന്നെ അങ്ങനെയുള്ള കുറച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ അവരാണ് ഈ സാധനം അവിടെ ആളിക്കത്തിക്കുന്നത് എന്ന രീതിയിലേക്ക് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ്ലി മറച്ചു വെക്കപ്പെടുന്നത് ഇതിനകത്തുള്ള റിലീജിയസ് മോട്ടീവ്സ്, ആ സാധനം ഇതിനകത്ത് കംപ്ലീറ്റ്ലി അങ്ങ് ഇഗ്നോർ ചെയ്യുന്ന രീതിയിലേക്ക്, അത് ഒളിപ്പിച്ചു വെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അതും ഈ പണിയാണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അൽ ജസീറയുടെ നേതൃത്വത്തിൽ. അൽ ജസീറിനെ ബാൻ ചെയ്ത രാജ്യം കൂടിയാണ് UAE. അതെ, ഇത് തന്നെയാണ് ഒരു സംഭവം. ഞാനിതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള സംഭവത്തിലോട്ടൊന്ന് ചെക്കി ചകഞ്ഞ് പോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊത്തത്തിൽ വായിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അത് വായനയിൽ, ഇതുവരെയുള്ള വായനയിലേക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മുടെ ഈ RSF എന്ന് പറയുന്ന ഗ്രൂപ്പ് പിന്നെ മുസ്ലിം ബ്രദർഹുഡ് അഫിലിയേറ്റഡ് അല്ല, മറിച്ച് ഇതൊരു എന്താ പറയുക, അറബ് സുപ്രീമസിസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡൈനാമിക്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഈ ഒരു ഓരോ രാജ്യത്തുള്ള പൊളിറ്റിക്കൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത്, ഈ സുഡാനിലുള്ള ഭരണകൂടം എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡ് അഫിലിയേറ്റഡ് ആണ്. ആ ഒരു ഭരണകൂടം പിന്നെ ഈ സുഡാനിലുള്ള ഭരണകൂടം, ആ ഒരു ഭരണകൂടത്തിൻ്റെ ആർമി, ഇതൊക്കെ മുസ്ലിം ബ്രദർഹുഡ് അഫിലിയേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെയും തുർക്കിയുടെയും ഒക്കെ സപ്പോർട്ട് ഈ ഒരു ഗ്രൂപ്പിനുണ്ട്. ഈ ഒരു ഗ്രൂപ്പ്, അത് ഖത്തറിൻ്റെയും സപ്പോർട്ട് ഈ ഒരു ഗ്രൂപ്പിനുണ്ട്. അതുകൊണ്ടാണല്ലോ RSF ചെയ്തത് കൊണ്ടാണ് 1500 എന്ന് പറയുന്നത്. ഇതേ മുസ്ലിം ബ്രദർഹുഡിൻ്റെ സുഡാനിലുള്ള ഗവൺമെൻറ് 1 ലക്ഷം പേരെ കൊന്നുതള്ളിയിട്ടുണ്ട്. അത് വാർത്തയാവുന്നില്ലല്ലോ. ഇത് ഈ RSF ചെയ്തപ്പോൾ മാത്രമാണ് ഇത് അൽ ജസീറ വാർത്തയാക്കുന്നത്. ഇതിന് മുന്നേ വരെ ഈ മറ്റേ ഗ്രൂപ്പ് കൊന്നുതള്ളിയ 1 ലക്ഷം പേരെ കൊന്നുതള്ളിയതും അവർ ചെയ്ത ജനോസൈഡൊന്നും വാർത്തയാവുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത്, ആ ഒരു മുസ്ലിം ബ്രദർഹുഡിൻ്റെ അഫിലിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ UAE കുറച്ച് കാലമായിട്ട് RSF എന്ന് പറയുന്ന അവിടുത്തെ ഒപ്പോസിഷനായി നിൽക്കുന്ന ഈ RSFനെ ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചരിത്രപരമായിട്ട് കുറച്ച് കാലമായിട്ട് ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു UAE. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇവർ ഈ അറബ് സുപ്രീമസിസം പറഞ്ഞതുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ കൊല്ലുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ UAEൻ്റെ അമളി മനസ്സിലായത് പിന്നീടാണ്. ഇപ്പം അത് UAEൻ്റെ ആ ഒരു
പിന്നെ സപ്പോർട്ട് നിർത്തി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് കയറിയിട്ട് റഷ്യക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി റഷ്യയാണ് ഇപ്പോൾ RSFന് വേണ്ട ആയുധബലമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഫണ്ടിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇതാണ് അതിലുള്ള ഒരു ന്യൂവൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ന്യൂവൻസ് എന്ന് പറയുന്നത്, ഈ സുഡാനിൽ ഭരിക്കുന്ന ഗവൺമെന്റ് മുസ്ലിം ബ്രദർഹുഡ് അഫിലിയേറ്റഡ് ആണെന്ന് പറയുമ്പോൾ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് കലിഫേറ്റ്, ഗ്ലോബൽ ഇസ്ലാമിക് കലിഫേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്ലോബൽ ഇസ്ലാമിക് കലിഫേറ്റ് എന്ന് പറയുമ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ പോലെ തന്നെ ഒരു ഗ്ലോബൽ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ള പോലെ തന്നെ ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു ഇസ്ലാമിക് കലിഫേറ്റ്. ഒരു ഇസ്ലാമിന്റെ ഖലീഫ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന പോലെ, ആ ഒരു ഡിക്റ്റേറ്ററിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഖലീഫന്റെ കീഴിൽ ലോകമെമ്പാടും ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുക, ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മുസ്ലിം ബ്രദർഹുഡ് അഫിലിയേറ്റഡ് സംഘടന ആയതുകൊണ്ട് തന്നെ ഈ സുഡാനിലെ ഗവൺമെന്റ് ഒരു മുസ്ലിം ബ്രദർഹുഡ് അഫിലിയേറ്റഡ് സംഘടന ആയതുകൊണ്ട് തന്നെ അവർ വഹാബി ആശയക്കാരാണ്. അവർക്ക് പിന്നെ അറബി എന്നോ അവർക്ക് ഇസ്ലാം എന്നുള്ളൊരു ആശയമേ ഉള്ളൂ, അല്ലെങ്കിൽ അറബി നോൺ അറബ് എന്നുള്ളൊരു ആശയം അവർക്കില്ല. മറിച്ച് ഈ RSF എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ പ്രധാന ആശയമാണ് അറബ് സുപ്രീമസിസം എന്ന് പറയുന്നത്. അതായത് അതായത് അറബികൾ വലുതാണ്, അറബികളാണ് ഭരിക്കേണ്ടത്. ഈ ഒരു ചിന്താഗതി നമ്മുടെ ഈ ഇറാഖിൽ സദ്ദാം ഹുസൈനും നമ്മുടെ കുവൈത്തിലുള്ള ഭരണകൂടത്തിനൊക്കെ ഉണ്ട് ഈ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. അതായത് അറബ് സുപ്രീമസിസം, നമ്മളെ ഇസ്ലാമിൽ തന്നെ ഊന്നി നിൽക്കുന്ന ഇസ്ലാമിന്റെ പിന്നെ ബേസിക് ടെനറ്റിൽ ഒന്നായിട്ടുള്ള അറബ് സുപ്രീമസിസം എന്ന് പറയുന്ന സംഭവം, അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ RSF എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ UAE ഇവർക്ക് ഫണ്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇത് പിന്നീടാണ് UAEക്ക് ഇതൊരു അമളിത്തരം പറ്റിയത്. ഇതിങ്ങനെ ആയിരുന്നില്ല, ഇവരും തീവ്രവാദികൾ തന്നെയാണ് എന്നുള്ള, ഇവർ ജനങ്ങളെ കൊന്നൊടുക്കാന്നുള്ള ലെവലിലോട്ട് പോയപ്പോഴാണ് UAEക്ക് അത് അമളി പറ്റിയതായിട്ട് മനസ്സിലാക്കുന്നത്. അവരിതിന്ന് പിന്മാറുന്നത്, ഇപ്പോൾ ആരിപ്പോൾ പറഞ്ഞ പോലെ. അപ്പോൾ ഇതാണ് ഇതിലുള്ളൊരു ന്യൂവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ വഹാബികളും സുന്നികളും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു തല്ലുണ്ടല്ലോ, അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വയലന്റ് വേർഷനാണ് നമ്മുടെ സുഡാനിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൽ വഹാബികളാണ് അവിടുത്തെ സുഡാനി ഗവൺമെന്റ് എന്ന് പറയുന്നത്. മുസ്ലിം ബ്രദർഹുഡിന്റെ കീഴിലുള്ള ജമാഅത്ത് ഇസ്ലാമിന്റെ ഒക്കെ പോലത്തെ വഹാബി സാധനങ്ങളാണ് അവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ പിന്നിൽ ഒപ്പോസിഷനായി നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടുത്തെ സുന്നി എന്ന് പറയുന്ന, നമ്മുടെ ഇപ്പൊ നാട്ടിൽ സുന്നി എന്ന് വിളിക്കുന്ന AP കാന്തപുരം, EK കാന്തപുരം പോലത്തെ EK മുസ്ലിയാർ, അബൂബക്കർ മുസ്ലിയാറിന്റെ ഒക്കെ ഇതിൽ ഫാക്ഷനിൽ നിൽക്കുന്ന സുന്നി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ പോലെയാണ് ഇപ്പൊ ഈ അവിടുത്തെ പിന്നെ ഈ RSF എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ RSFന് UAE ഫണ്ടിങ് വന്നത്. ഇതേ UAE പിന്നെ കാന്തപുരത്തിന് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ. അതിപ്പോൾ നിന്നോന്ന് എനിക്കറിയില്ല, അത് ഡീറ്റെയിൽസ് ആരിഫ് ഭായിക്ക് അറിയുണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന് അറിയുണ്ടാവും. പക്ഷെ ഈ ഒരു ഗ്രൂപ്പ് കേരളത്തിലുള്ള സുന്നി മൂവ്മെന്റിന്, പ്രത്യേകിച്ച് കാന്തപുരത്തിന് നല്ല ഫണ്ടിങ് കൊടുത്തിട്ടുണ്ട്. EKക്കും APക്കും ഫണ്ടിങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴും കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഒരുപക്ഷെ അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്നില്ല, അതൊക്കെ നിന്നിട്ടുണ്ട്. ഒരുപക്ഷെ അവിടുത്തെ രാജഭരണം കൊടുക്കുന്നില്ല. പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഗവൺമെന്റ് താഴെ ഇറക്കാൻ കളിക്കുന്ന കുറെ പേരുണ്ട്. അവരൊക്കെ ഇപ്പൊ ജയിലിലായതുകൊണ്ടാണ് അത് പുറത്തു നടക്കാത്തത്. അതെ. അപ്പോൾ ഇവരെ താഴെ ഇറക്കാൻ നോക്കുന്ന ആൾക്കാർ ഈ സാധനങ്ങൾക്ക് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോ മംതാനിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത് സൗദിയിൽ ഈ പറഞ്ഞതുപോലെ മുഹമ്മദ് ബിൻ സൽമാനെ എതിരെ നിൽക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ വഹാബി ആശയങ്ങൾക്ക് പിന്നെ ഫണ്ടിങ് കൊടുക്കുന്നതായിട്ടുള്ളതാണ് നമ്മൾ കാണുന്നത് വാർത്തകളിൽ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തതാണ് മംതാനിന്റെ കേസ്. അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ അടുത്തത് ഇന്ത്യന്റെ വിഷയമാണ്, അത് നമുക്ക് കട്ട് ചെയ്തിട്ട് തുടങ്ങാം. ആരിഫ് ഭായിക്ക് എന്താ പറയാനുള്ളത്? ഒരു സെക്കൻഡ്. ഇപ്പൊ ഇത് മതം പ്രചരിപ്പിക്കാൻ, വഹാബിസം പ്രചരിപ്പിക്കാനൊക്കെ ഇത് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല പടർത്തുന്നത്, ഈ ഷിയ ഇസ്ലാം പടർത്താൻ ഇവിടെ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പടർത്താൻ വേണ്ടി ശ്രമിച്ച ഇറാൻ ശ്രമിച്ചിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അതിനുവേണ്ടി പൈസ ഒക്കെ ഇറക്കിയ ആ നാട്ടിലൊരു ചങ്ങാതി കടന്ന് നിലവിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതൊന്ന് കണ്ടേക്കാം. നല്ല തമാശയായിട്ട് എനിക്ക് തോന്നിയത്. ദേ വരുന്നു. فلان دستگاهی که بیش از 1000 میلیارد داره در سال بودجه داره میگیره
وظیفه داشت که ژاپنی ها رو مسلمان کنه. در طول 6 سال یه نفر رو مسلمان کرده بود. بعد فهمیدیم اونم ژاپنی نیست, یه کارگری میگم ഭൂട്ടാനി کجاییه. കണ്ടല്ലോ, അതായത് ഇയാൾ പറയുന്നത് വി വെന്റ് ടു ജപ്പാൻ. ഓക്കെ, ജപ്പാനിലേക്ക് ഞങ്ങൾ പോയി. എന്തിനു വേണ്ടിയിട്ട്? വി ഹാഡ് ആൻ ഏജൻസി വിത്ത് ആൻ ആനുവൽ ബഡ്ജറ്റ് ഓഫ് സെവറൽ $1 million. എന്തിനു വേണ്ടിയിട്ടാണ്? ടാസ്ക് വാസ് ടു കൺവേർട്ട് ദ ജപ്പാൻ ടു ഷിയിസം, ഷിയ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇതാണ് അവിടുത്തെ കളി. എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇൻ 6 years, 6 വർഷം ഞങ്ങൾ മെനക്കെട്ടു, എന്നിട്ട് ഒരാളെയാണ് ഞങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയത്. അതിൽ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജാപ്പനീസ് ആയിരുന്നില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഹി വാസ് എ ഫോറിൻ വർക്കർ. അത് വല്ല പാകിസ്ഥാനിയോ വല്ല ഇന്ത്യക്കാരനോ വല്ല ആയിരിക്കും, അല്ലെങ്കിൽ വല്ല നാട് തണ്ടി നടക്കുന്ന ഏതെങ്കിലും മറ്റേ യൂറോപ്യനോ അല്ല അമേരിക്കക്കാരനോ ആയിരിക്കും. അവർക്കാണ് ഈ സാധനത്തോട് പ്രത്യേക ഒരു മമത വരിക. അപ്പം ഈ ഇറാൻ്റെ ഫണ്ട് ഇത് ഇന്ത്യയിലേക്ക് വന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ ഫണ്ട് ഇറക്കി അവർ പല പണിയും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഖത്തർ ഫണ്ട് ചെയ്യുന്നു, സൗദി ഫണ്ട് ചെയ്യുന്നു. സൗദി ഫണ്ട് ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ ഈ ഹിജാബ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. പിന്നീട് ഈ സാധനത്തിനോടൊപ്പം ഇറങ്ങി വരുന്നത് ഇത് വെറും ഒരു ഇസ്ലാം മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഈ തീവ്രവാദം കൂടി വരുന്നു എന്ന് അവരും മനസ്സിലാക്കി. അത് അവർക്കും പണിയാവുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അവർ തന്നെയാണ് ഇത് കട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു ഇതിൻ്റെ ഒരു മെലോ ഡ്രാമ എന്ന് പറയുന്നത് അതാണ്. ഈ സാധനമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നൊരു വിഷയം. കാരണം ഇത് നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ സാധനം ഇത് തിരിച്ചറിഞ്ഞ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഞാനിപ്പോൾ പറഞ്ഞു വെക്കാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്ത് നമ്മൾ പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ദ റൈസ് ഓഫ് ഇസ്ലാമിക് എക്സ്ട്രീമിസം. ഓക്കെ, അതിപ്പോൾ യൂറോപ്പിൽ കാണുന്നു, US കാണുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു, നമ്മൾ പേടിക്കുന്നു. ഇപ്പോൾ ഈവൻ ചൈന തടയാൻ വേണ്ടി ശ്രമിക്കുന്നു. ജപ്പാനിൽ അവർ ഇതേപോലെ വലിയ തോതിൽ അവിടെ ഉള്ള ജാപ്പനീസ് ആയിട്ടുള്ള ആളുകൾ, ഷിൻഡോ മതക്കാർ, നമ്മൾ ഇതുവരെ കേൾക്കാത്ത ആൾക്കാരാണ്. ഷിൻഡോ മതത്തിൽപ്പെട്ട ആളുകൾ വരെ തീവ്രവാദിയായിട്ട് വരുന്ന അവസ്ഥയിലേക്ക് വരെ വരികയാണ് കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്ന് വെച്ചാൽ ബുദ്ധമതക്കാരെ കൊണ്ട് ആയുധം എടുപ്പിച്ച ടീമാണ് നമ്മൾ കാക്കാമാർ. അങ്ങനെയുള്ള ആ മതത്തിൻ്റെ പ്രശ്നം തിരിച്ചറിഞ്ഞ ആളുകൾ ഓരോ രാജ്യവും കഷ്ടപ്പെടുകയാണ് ഇതിനെങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ച്. ഇപ്പോൾ ഇന്ത്യയിലും നമ്മൾ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയും ഇതുപോലുള്ള സാധനമൊക്കെ ഇവിടെ ബാൻ ചെയ്യണം, അതിനെക്കൊണ്ട് ആവണ പണി നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മുട്ടി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി ഇതിനെ രക്ഷിക്കാൻ പറ്റുന്നത് ആർക്കാണ്? ജനാധിപത്യ രാജ്യങ്ങൾക്ക് ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയാം. ഇപ്പോഴത്തെ നിലയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജനാധിപത്യ രാജ്യങ്ങളിലുള്ള ഫെസിലിറ്റി ഉപയോഗിച്ച് തന്നെയാണ് ഇതിനെ ഇവർ തങ്ങളുടേതാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വഴികൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ റെക്ടിഫൈ ചെയ്ത് ഇതിനെ ആ ത്രെട്ടിൽ നിന്ന് ഒഴിവാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതേസമയം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന, ചെയ്ത് ബാക്കിയുള്ള ആളുകൾക്ക് അതിനുള്ളൊരു വഴി തുറന്നിടാൻ കഴിയുക ആർക്കാണ്? അത് അറബ് രാഷ്ട്രങ്ങൾക്കാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഈ പറയുന്ന UAE, രണ്ടാമത്തത് നമ്മളുടെ സൗദി അറേബ്യ, 3 ഈ പറയുന്ന ബഹ്റൈൻ, അതുപോലെ ഈജിപ്ത്, പിന്നെ മൊറോക്കോ, ഇങ്ങനെയുള്ള ചില രാജ്യങ്ങൾ. അബ്രഹാം അക്കോർഡ്സ് മാത്രം എടുത്ത് നോക്കിയാൽ മതി. അബ്രഹാം അക്കോർഡ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഈ ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ ഇപ്പോൾ ഉണ്ടായിട്ട് അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും പോയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിനകത്തുള്ള ഓരോ കള്ളക്കഥകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. IPC ഫാമിൻ അവർ വെച്ചു എന്ന് പറഞ്ഞു. സെപ്റ്റംബർ എൻഡ് ആകുമ്പോഴേക്കും 10,000 ആൾ മരിക്കണം എന്ന് പറഞ്ഞിട്ട് ആകെ മരിച്ചത് 192 ആളുകളാണ്. ഈ 192 ആളുകൾ മരിച്ചത് തന്നെ എന്തുകൊണ്ടാണ്? മറ്റ് അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ എണ്ണിയിട്ടാണ് 192. എന്ന് വെച്ചാൽ ഈ IPC ഫാമിൻ അവർ പ്രൊജക്ഷൻ പ്രകാരം നടത്തിയതിൻ്റെ 98% ആളുകൾ മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ഒരു ഫാമിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെറും 2 ആഴ്ചത്തേക്കാണ് ഇത്. നമ്മൾ വീഡിയോ ചെയ്തതാണ്, അന്ന് തന്നെ നമ്മൾ ചെയ്തതാണ്. ഇതേ കാര്യം തന്നെയാണ് അന്ന് നമ്മൾ പറഞ്ഞത്. അന്ന് നമ്മൾ പറയുന്നത് വെക്കുകയും ചെയ്തു. നമ്മൾ പിങ്ക് യൂണിക്കോണും കൂടിയാണ് നമ്മളാണ് ആ വീഡിയോ ചെയ്തത്. ആളാണ് അത് വലിയ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നുണ്ട് ഒരു പ്രൊജക്ഷൻ. അതായത് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് 27 കണ്ടാണ്. ഈ റിപ്പോർട്ട് വരുന്നത് 22. അപ്പോൾ 27 നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ കത്ത് വരെ എഴുതിയിട്ടുണ്ട് ഈ സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഇതിൽ പറയുന്ന പ്രകാരം ഈ ഒരു പ്രൊജക്ഷൻ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെപ്റ്റംബർ എൻഡ് അല്ലെങ്കിൽ സീസ് ഫയർ ഒക്കെ ആവുന്ന ആ സമയമാകുമ്പോഴേക്കും മിനിമം 10,000 ആളെങ്കിലും മരിച്ചിട്ടുണ്ടാവും. ഇതാണ് ആ കണക്ക് പ്രകാരം പറയുന്നത്. പക്ഷേ നമ്മൾ ആ സമയമായി നമ്മൾ നോക്കി എത്ര പേര് മരിച്ചു, കണക്ക് വന്നു. ഈ യൂണിസെഫിൻ്റെ കണക്ക് വന്നു. അതിൽ നോക്കുമ്പോൾ വെറും 192 ആളുകളെ മരിച്ചിട്ടുള്ളൂ. ഇതാണ് അതിലെ കഥ. അപ്പോൾ നമ്മളന്ന് പറഞ്ഞു തന്നെയാണ് കറക്റ്റ്. കാരണം അങ്ങനെ
ആ പറയുന്ന കണക്ക് ശരിയാവണമെന്നുണ്ടെങ്കിൽ അന്ന് അവർ ആദ്യം എടുത്ത ഡാറ്റ ശരിയായാലേ ആ പ്രൊജക്ഷൻ ശരിയാവുള്ളൂ. പ്രൊജക്ഷൻ തെറ്റിയതിൻ്റെ അർത്ഥം എന്താണ്? അവരെടുത്ത കണക്ക് തെറ്റാണ്. ഇതാണ് അന്ന് നമ്മൾ പറഞ്ഞത്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അത് ഇന്നിപ്പോൾ അവരുടെ കണക്ക് കൊണ്ട് തന്നെ അത് ഡിസ്പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അവർ തന്നെ സ്വന്തം മൂട്ടിൽ വെടിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. UN-ൻ്റെ തന്നെ കണക്കിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഓരോ വിഷയം. പിന്നെ ഇപ്പോൾ ഈ അടുത്ത ദിവസം WHO ഒരു മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയുന്നത് നമ്മൾ കേട്ടു. എന്താണ്? യുദ്ധം പുറപ്പെടുന്നു, അല്ലെങ്കിൽ ഈ ഒക്ടോബർ 7 പ്രശ്നം ഉണ്ടായി ഒക്ടോബറിൽ പ്രശ്നം നടന്നു, ഡിസംബർ ആകുമ്പോഴേക്കും അവർ ചർച്ച ചെയ്യാണ് നമുക്ക് ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇസ്രായേലിനെ പൂട്ടാം എന്നുള്ളത്. പൊളിറ്റിക്കലി നമുക്ക് എങ്ങനെ പ്രഷറൈസ് ചെയ്യാം. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത വാക്കുകളാണ് ഫാമിനും ജനോസൈഡും എന്ന്. അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ മീറ്റിംഗ് കൂടി എന്നത് ഈ WHO ഉള്ളിലുള്ള ഡോക്ടർമാരാണ് ഇപ്പോൾ വന്ന് പുറത്തേക്ക് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ഇതാണ് നമ്മളിവിടെ കണ്ടത്. അതിനു വേണ്ടിയിട്ട് പത്രങ്ങൾ, UN സഭകൾ പോലും ഇതിന് കൂട്ടുനിൽക്കുന്ന അവസ്ഥ. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അതായത് ഇത്തരമൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഇസ്രായേലിനെ ആരെങ്കിലും പിന്താങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾ വിമർശിക്കുന്നത് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ പിന്താങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ജനോസൈഡ് നടന്നോട്ടെ, അത് ആളുകളെ കൊന്നോട്ടെ എന്നതാണോ നിങ്ങളുടെ നിലപാട് എന്ന് നമ്മൾ ചോദിക്കുന്നത് അവിടെയാണ്. അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് അനുവദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് UN എന്ന് പറയുന്നത് ഇനി ആര് പിന്താങ്ങിയാലും ഇല്ലെങ്കിലും അതിനെ കോൾ ഔട്ട് ചെയ്ത് അതിനെ തടയേണ്ട മാർഗങ്ങൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ബോഡീസാണ് ഈ പറയുന്ന UN. അപ്പോൾ UN ആരെങ്കിലും പിന്താങ്ങുന്നുണ്ടോ എന്നാൽ മാത്രം ഇടപെടാം എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ബോഡിയല്ല. ഇവിടുത്തെ കുറേ മദ്രസ പൊട്ടന്മാരെന്തെങ്കിലും പറഞ്ഞില്ല എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. ഇവിടുത്തെ ഏതെങ്കിലും ഉണ്ണാക്കന്മാരെന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. ഈ ഉത്തരവാദിത്തപ്പെട്ട ബോഡീസ്, രാജ്യങ്ങൾ, അവരിതിനകത്ത് എന്ത് നിലപാടെടുക്കുന്നു? അവർ പിന്താങ്ങിയേ മാത്രമേ നിലപാടെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാപട്യമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടില്ലായ്മയെ നിങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മുടന്തൻ ന്യായം മാത്രമായിട്ട് നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ UN എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനകത്ത് ഇടപെടണം. ജനോസൈഡ് ഉണ്ടെന്ന് സ്ഥാപിക്കാൻ പാകത്തിനുള്ള തെളിവുകൾ ഉണ്ടായിട്ട് അത് ചെയ്യാതിരിക്കുകയും, തെളിവുകളില്ലാത്ത ഗാസയിൽ തെളിവ് ഉണ്ടാക്കിയിട്ട് മാനുഫാക്ചർ ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഡാറ്റ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ട് നിങ്ങൾ ഇത് തെളിയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ആ ശുഷ്കാന്തിയുടെ ഒരു 100-1 എങ്കിലും നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിൽ കാണിക്കണം. സുഡാനിലെ വിഷയത്തിൽ കാണിക്കണം, അത് നൈജീരിയയിലെ വിഷയത്തിൽ കാണിക്കണം. നൈജീരിയയിലെ വിഷയത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല, അത് വരും, അടുത്ത ദിവസം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഈ ഒരു സംഗതിയാണ് എനിക്കതിൽ പറയാനുള്ളത് എന്നതാണ് ആ ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ മതപ്രചരണം, അതിൻ്റെ ബേസിസിൽ ഉണ്ടാകുന്ന ഈ ഖിലാഫത്ത് സംഗതി, ആ സാധനം അവരെപ്പോഴും അവരുടെ തുടക്കത്തിൽ അത് ഫസ്റ്റ് ഇൻറ്റൻഷനായിട്ട് വെക്കില്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവരെപ്പോഴും ഈ ഡെമോക്രസി ജിഹാദുമായിട്ടാണ് ഇറങ്ങുക. സിവിലൈസേഷണൽ ജിഹാദ് എന്നാണ് അവരെ ഇതിനെ വിളിക്കുക. പല പേരുകളുണ്ട്. പിന്നെ നിയോ ജിഹാദിസം എന്നുള്ള ഒരു പുതിയൊരു കൺസെപ്റ്റ് തന്നെ ഇപ്പോൾ ഉണ്ട്. ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരിട്ട് വാളും പരിചയമൊന്നുമല്ല, നേരെ ഈ പറയുന്ന ഡെമോക്രസിയിൽ ഭാഗമാവുന്നു, മത്സരിക്കുന്നു. ഇതൊക്കെ കാണിക്കുമ്പോൾ ചാടി വീഴാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇടതുപക്ഷം, യൂസ്ഫുൾ ഇഡിയറ്റ്സ്, അവരും കൂടി ഉള്ളപ്പോൾ പണി എളുപ്പമാണ്, ഇസ്ലാമിസ്റ്റുകൾ പണി എളുപ്പമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അവർ ഇതിലേക്ക് ഇറങ്ങുക. ഇത് തന്നെയാണ്, ഇതേ പാറ്റേണാണ് ഇറാനിൽ നടന്നത്, ഇതേ പാറ്റേണാണ് പണ്ട് ഈജിപ്തിൽ നടന്നത്, ഇതേ പാറ്റേണാണ് അഫ്ഗാനിസ്ഥാനിൽ നടന്നത്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ഐ ഓപ്പണർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാനുള്ള ഒരു അവസരമായിട്ട് നമ്മളിത് മാറ്റുക എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത്. പിന്നെ സുഡാനിലെ വിഷയവുമായി കണക്ട് ചെയ്തിട്ട് ഒരുപാട് ചിത്രങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. എന്നാലും വേണമെങ്കിൽ ഒരു ശ്രമം നടത്തിയേക്കാം. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ ഇട്ട വീഡിയോയ്ക്കൊക്കെ ഉള്ളൊരു പ്രശ്നം ആഡ് റെസ്ട്രിക്ഷനാണ് വന്നിരിക്കുന്നത്. കാരണം എല്ലാം ഇതുപോലുള്ള ഹൊറർ സാധനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധനങ്ങൾ നമുക്ക് കാണിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും അത് വേണമെങ്കിൽ നമുക്കൊന്ന് കാണിച്ചേക്കാം അല്ലേ? എന്ത് പറയുന്നു? എന്തെല്ലാം ആഡ് ചെയ്യാനുണ്ടോ അതിൽ? ഈ ഷിയാക്കള് ഫണ്ടിങ് കൊടുത്തിട്ട് ഇവിടെയൊക്കെ മാറ്റാൻ നോക്കിണ്ടായിരുന്നു. നമ്മളെ ഈ മലപ്പുറം ജില്ലയിലൊക്കെ അങ്ങനെ കുറെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അത് പക്ഷെ ഇവര് വേഗം കണ്ടെത്തി. നമ്മളെ ഈ വഹാബി സാധനങ്ങൾ വേഗം കണ്ടെത്തി ഇതിനൊക്കെ കത്തിച്ചു കളയുന്ന അവസ്ഥയാണ് എന്നുള്ളത്. ഇത് പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ. ഇത് ഇറാനിപ്പോ ഭയങ്കര കഷ്ടത്തിലായതുകൊണ്ട് ഇറാനിപ്പോ അതില്ല. പക്ഷെ പണ്ട് കാലത്ത് ഇതുണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ബൂമർ ജനറേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒക്ടോബർ 2025 നടത്തിയിട്ടുള്ള എക്സിക്യൂഷൻസ്, അതുപോലെ സാധനം. ഇത് BBC-യിൽ വന്നിട്ടുള്ള വാർത്തയിൽ നിന്ന് ഉള്ള ഇമേജസും സാധനങ്ങളൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാണ്. അതിന് ഓഡിയോ ഇല്ല, ജസ്റ്റ് വീഡിയോ, അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വളരെ ഹൊറിഫിക് ആയിട്ടുള്ളൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് അത്. ദിസ് വൺ.
അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഗാസയിലുള്ള പട്ടിണിക്കോലങ്ങളുടെയും അല്ലെങ്കിൽ ജനോസൈഡിൻ്റെയൊക്കെ ചിത്രം തപ്പി നടക്കുകയും എന്നിട്ട് കിട്ടാതെ വരുമ്പോൾ അവർ സ്റ്റേജ് സെറ്റ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടിരുന്നത്. ഒന്നുമല്ല, അങ്ങനെ ചെയ്തിട്ടല്ല ഈ ഫോട്ടോ എടുക്കുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള പട്ടിണി വേണം, യഥാർത്ഥത്തിലുള്ള ഈ ജനോസൈഡ് നടത്തുന്നതിൻ്റെ ചിത്രങ്ങൾ വേണം. നിങ്ങൾ ഈ യമനിലേക്കും സുഡാനിലേക്കും നൈജീരിയയിലേക്കൊക്കെ പോയിട്ട് ക്യാമറ ഓണാക്കി ആകാശത്തേക്ക് എറിഞ്ഞാൽ ഒരു 100 ചിത്രം ഒരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് പറഞ്ഞത്. ഇതുപോലെ വളരെ ഹൊറിഫിക് ആയിട്ടുള്ള പല പല ചിത്രങ്ങൾ നമുക്കിവിടെ ഉണ്ട്. ഇതെല്ലാം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് തീരില്ല. പിന്നെ നമ്മളിന്നിപ്പോൾ ഇവിടെ തംബ്നെയിലിട്ടിട്ടുള്ളൊരു ചിത്രം നിങ്ങൾ കണ്ടു കാണും. അത് ഇതേപോലെ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു ചിത്രമാണ്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ കഥ എന്ന് പറയുകയാണ്. ഓരോരോ സാധനങ്ങൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് വലിയ പാടാണത്, പറഞ്ഞ് ബുദ്ധിമുട്ടാണത് ചെയ്യാൻ. ഈ ചിത്രം കണ്ടു കാണും, ഞാൻ തംബ്നെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചിത്രം. നമ്മൾ തംബ്നെയിലത് ഒരു ചിത്രം കാണുന്നുണ്ടോ ഇവിടെ? കുഴി കുത്തിയിട്ട് അതിനകത്ത് അമ്മയും കുട്ടീനെയും പിടിച്ചിരുത്തിയിട്ട് വെടിവെക്കുന്നതിന് മുന്നേ അവർ തന്നെ ചിത്രം എടുത്തിട്ട് പ്രചരിപ്പിക്കുക. ഈ ടെററൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണത്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കണേന്നുള്ളതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു വീഡിയോ കൂടി ഉണ്ട്, ജസ്റ്റ് ഒന്ന് കാണാം. എവിടെ പോയി? ആയോ. പിന്നെ അതേപോലെ ഈ ബാസം യൂസഫിൻ്റെ കഥ അറിയോ? സൽമാൻ തക്കിയ കളിച്ചത്? ഞാൻ കേട്ടിട്ട്. അതൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ കൂടെ പുള്ളി ഒപ്പിച്ചൊരു പണിയാണ്. അതായത് അത് ഞാനിവിടെ പ്ലേ ചെയ്യാം, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ആദ്യം തൊട്ടേ പറഞ്ഞുള്ള ഒരു കാര്യമാണ്. ഈ മുസ്ലിങ്ങളെ വേറെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. മുസ്ലിങ്ങളെ തന്നെ ആക്രമിക്കുന്നതോ മുസ്ലിങ്ങൾ വേറെ ആരെങ്കിലും ആക്രമിക്കുന്നതോ ഒന്നും വിഷയമാവുന്നില്ല. അത് ലെഫ്റ്റുകൾക്ക് ഇപ്പം അങ്ങനെ തന്നെയാണ്, ഈ മുസ്ലിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് പിന്നെ ആ ഒരു ഇസ്ലാമിസ്റ്റ് ആശയം, മുസ്ലിം ബ്രദർഹുഡ് ഉള്ളതുകൊണ്ടാണെന്ന് പറയാം. ഈ ലെഫ്റ്റുകൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ലെഫ്റ്റുകൾ ഇതിനെ താങ്ങി പിടിച്ച് നടക്കുന്നതിൻ്റെ ഒരു ഗതികേടാണ് നമ്മൾ കാണുന്നത്. ആ ലെഫ്റ്റുകളെ എങ്ങനെ പറ്റിക്കുന്നു എന്നുള്ളത് ഇവിടെ ഒന്ന് കാണാം. അതാണ് ഈ വീഡിയോ, ഇതൊന്ന് കണ്ടോ. للدفاع عن حماس واللي حصل 7 اكتوبر كان ممكن يخسرك مشاهدين في النص جايين عايزين يفهموا الموضوع. فانا من الفرجه واللقاءات على بيرس مورجان وغيره اكتشفت حاجه. هم ما بيسالوش اسئله بنيه كويسه، هم بيسالوا حماس ارهابيه ولا لا؟ ليه؟ مش عايزين اجابه، هم عايزين يفسدوا الانترفيو. يقول لك حماس ارهابيه، لا مش ارهابيه. طب واللي حصل 7 اكتوبر؟ لا ما حصلش. اغتصاب؟ ما حصلش. لا حصل. اصل نيلسون مانديلا كان ارهابي وهو مناضل. ويتحول الحوار، يتشد، ينسى بقى اللي بيحصل في اسرائيل والحاجات اللي بتعمله والنظام الفاسد اللي بيحكمها والصوره اللامعه اللي هي مش حقيقيه دي. توصل الموضوع بقى ايه؟ للحباء، حماس 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 حماس. وفي الاخر انت لو انت لاحظت الحوارات دي كلها بتخلص بخناقات ما بتكملش. عشان كده، عشان انت بتقف على نقطه واحده وعايز تكسب. يعني من كلامك انت قلت الكلام ده، دي مش قناعه شخصيه، دي حاجه انت قلتها عشان تحيد الحته دي، عشان تاخد حقك بقى في الحته او في القضيه الاهم والاكبر. طبعا هو عايزك طول الوقت تبقى انت المدافع عن الاشرار، الباد جايز، عشان يمكن في الاخر تنتزع منه اعتراف. طب والله معلش، عشان البني ادمين التانيين دول انا داخل اتكلم الاجنبي اللي بيتفرج اللي شايف اسرائيل دوله كويسه، واقول له دي اللي فلوسك بتروح ليها. وللاسف في ناس عاطفيه جدا عايزه تكسب كل نقطه كل كلمه. يعني شوف مثلا بيرس مورجان بيعمل ايه، بيفوت لك نقط، بيسيبك في حته كده تفتكر انت كسبت، بيفوتها لك. ليه؟ عشان يفسد لك الحوار من ناحيه تانية. واكتر حاجه بصراحه ضحكتني لما انتشر كلام بقى ان بيرس مورجان انتزع مني اعتراف ان حماس ارهابيه. يعني مثلا هو الطيران الاسرائيلي اللي راح يضرب ده مستني يسمع يقول لك يا ليفي بقول لك ايه الحق، باسم بيقول على حماس مقاومه شرابي، ارجع باللف بالطياره تاني. يعني حاجه غريبه جدا. جمله حماس دي خدت على الشاشه يعني 3-4 ثواني، في مقابل ساعتين اتقال في معلومات الناس الاجانب ما كان الناس كتير جدا ما سمعوش قبل كده. فانا بصراحه انا لازم اختار معاركي، فاهمني؟ لان انا ما اعتقدش ان العالم واقف على تعريفي انا على حماس ارهابيه ولا مقاومه. خدت بالك؟ لان انا لو انا ما كنتش عملت كده كان هيفضل واقف على الحته دي لمده نص ساعه ومش هنخلص بقى، والحوار هيتقلب لدوشه وسيرك. وانا تاني في الاخر انا ما اقدرش ان انا احل مشاكل القضيه كلها في حوار واحد، وما اقدرش ارضي الناس كلها في حوار ساعتين. ما هو ده للاسف بقى مشكله التوقعات العاليه.
Okay, so this is the level of deception these Muslims employ. Okay, he's not a terrorist. He's considered to be a good Muslim, a moderate Muslim, or whoever it be. But see the level of deception, taqiyya, that he used in a TV debate with Piers Morgan. That's what he's telling here. And that is so telling that it forces any sane individual to doubt any good Muslim that you see. That's what he literally did here. പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ച വെള്ളത്തിൽ ഒരു മുസ്ലിമിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നമ്മൾ പറയാറുണ്ട് എന്ന് നിങ്ങൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ്. അതായത് അങ്ങനെ ഒരു വാദം ഇവിടെ ഉണ്ട്, അത് ശക്തിപ്പെടുന്നു. അതെങ്ങനെയാണ് ശക്തിപ്പെടുന്നത്? അത് ഇങ്ങനെയാണ് ശക്തിപ്പെടുന്നത്. അതായത് ഇയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പുള്ളിയുടെ ആശയം എന്താണ്? ഹമാസ് എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ്, അത് ടെററിസ്റ്റ് ഗ്രൂപ്പ് അല്ല. ഓക്കെ, പക്ഷേ അത് അവിടെ ആ ടി വിയിൽ അത് അങ്ങനെ അങ്ങോട്ട് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് പറയാലോ. അപ്പോൾ എന്ത് ചെയ്യും ആൾ? അത് ഹമാസ് ആകെ പ്രശ്നക്കാരാണെന്ന് ആദ്യം അങ്ങ് സമ്മതിക്കും. ഇംഗ്ലീഷിൽ ഹമാസ് ടെററിസ്റ്റ് ഗ്രൂപ്പും അറബിയിൽ വരുമ്പോൾ ഹമാസ് റെസിസ്റ്റൻസ് ഗ്രൂപ്പും ആവുന്നതാണ് പച്ചയ്ക്ക് നമ്മളിവിടെ കണ്ടത്. ദാറ്റ്സ് ദ ഡിഫറൻസ്. ദാറ്റ്സ് ദ തക്കിയ ദാറ്റ് ഹി പ്ലേഡ്. ഇത് നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അറിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ അറബി ഇൻ്റർവ്യൂ ഒരു ലെഫ്റ്റും ഒരു സെക്യുലറും ഒരു മറ്റേ ഉണ്ണാക്കനും കാണാൻ പോകുന്നില്ല. ഇത് കാണുന്ന ആരാണ്? ഇത് കാണുന്ന അറബികൾ. അപ്പോൾ അറബികളുടെ മനസ്സിൽ ഇത് റീഇൻഫോഴ്സ് ചെയ്യണം. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ പുറത്തു വന്നു, ഒരു എന്താ പറയുക, ഒരു സർവേ പുറത്തു വന്നു, ഗാസയിലെ ജനങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ള ഒരു സർവേ. ആ സർവേയിൽ ഇപ്പോഴും ഓൾമോസ്റ്റ് 60% ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒക്ടോബർ 7 നടത്തിയ ആ ആക്രമണം, ഹമാസ് നടത്തിയ ആക്രമണം ശരിയായിരുന്നു എന്നാണ് ഇപ്പോഴും ഗാസക്കാർ പറയുന്നത്. ഇത്രമാത്രം മൂട്ടിൽ പെട കിട്ടിയിട്ടു. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് മാറി ചിന്തിക്കാൻ കഴിയുക? കാരണം ഇതേപോലെയുള്ള ആളുകളാണ് ഇവരെ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സാധാരണ മുസ്ലിങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന ആരാണ്? ഇതേപോലെയുള്ള തീവ്രവാദികളാണെന്ന് നമ്മൾ പറയുന്നതാണ്. സോ ഹീസ് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അർബൻ ജിഹാദി, ഒരു ജിഹാദി ഇൻ എ സൂട്ട്, ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അല്ലാതെ ഇതിനകത്ത് നത്തിങ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ എവറി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയേണ്ടി വരുന്നതും ഇതുകൊണ്ടാണ്. ഈ തരത്തിൽ ജിഹാദിനെ വെളുപ്പിക്കുക, ജിഹാദി ആശയങ്ങൾ വെളുപ്പിക്കുക, ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ഫോൾസ് കോസ്, അങ്ങനെ ഒരു പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകാനുള്ള അവസരം 48 ഉണ്ടായിട്ട് അവരത് ഉണ്ടാക്കിയിട്ടുമില്ല. 48 യുദ്ധത്തിൽ നമ്മൾ ആ കഥയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. 67 യുദ്ധം നടക്കുന്നത് വരെയും ഈ പറയുന്ന 2 സ്ഥലവും, ഈ ഗാസയായാലും വെസ്റ്റ് ബാങ്ക് ആയാലും ഈജിപ്തിൻ്റെയും ജോർദൻ്റെ കയ്യിലിരുന്നിട്ട് അത്ര വർഷങ്ങളും അവരൊരിക്കൽ പോലും അതൊരു പാലസ്തീനിയൻ സ്റ്റേറ്റ് ആക്കാൻ അവർ ഒരിക്കൽ പോലും ഇറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, PLOയുടെ ചാർട്ടറിൽ അത് വേണമെന്നൊരാവശ്യം പോലും അവരോട് വെച്ചിട്ടില്ല. അത് അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് എഴുതി വെക്കുകയാണ് ചെയ്തത്. 67 യുദ്ധത്തിൽ അത് വീണ്ടും ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് വന്നപ്പോഴാണ് വീണ്ടും പാലസ്തീനിയൻ കോസായിട്ട് വരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊക്കെ നമ്മൾ ആവർത്തിച്ചായതുകൊണ്ട് ഇനി ബോറടിക്കും. പക്ഷേ ഈ തരത്തിൽ ഈ ബാസിം യൂസഫിനെ പോലെയുള്ള ആളുകൾ ഇംഗ്ലീഷ് വേർഷനിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയും, എന്നിട്ട് അവിടെ അറബിയിൽ വന്നിട്ട് ഇത് തിരിച്ചും പറയും. എന്നിട്ട് പറയുന്നത് എന്താണ്? അന്ന് ഞാനത് അങ്ങനെ പറഞ്ഞത് എനിക്ക് കുറച്ച് സമയം കിട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ബാലൻസ്ഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയുമ്പോൾ ഇസ്രായേലിന് കുറേ ചീത്ത പറയാം. ഇതാണ് അവിടുത്തെ ഒരു അവരെടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു ടെക്നിക്ക്. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇത് സത്യത്തിൽ മുസ്ലിങ്ങളെ മൊത്തത്തിൽ അവിശ്വസിക്കാനുള്ള വഴികളായിട്ട് മാറുന്നത് ഇങ്ങനെയാണ്. എവറി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് ഇതേപോലെയുള്ള ആളുകൾ കാരണമാണ്. ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾക്കൊരു യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കണം. അതിനിപ്പോൾ തല പോകുന്നതാണെന്നുണ്ടെങ്കിലും അതിനുവേണ്ടി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഹമാസ് ഒരു തീവ്രവാദ സംഘമല്ല, അതൊരു റെസിസ്റ്റൻസ് ഫോഴ്സ് ആണെന്ന് പൊതുസമൂഹത്തെ പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിപ്പിക്കാനുള്ള ആംബിയർ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇതേപോലെ കള്ളത്തരം കാണിക്കേണ്ടി വന്നത്. കാരണം അവിടെ ചോദ്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവസാനം സമ്മതിക്കേണ്ട വരും. റേപ്പ് ചെയ്ത് എങ്ങനെയാണ്, സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്ത് എങ്ങനെയാണ്, ഒറ്റ ദിവസം 1200 ആളെ കൊന്നത് എങ്ങനെ ജനോസൈഡ് അല്ലാതെ ആകുക? കാരണം ജനോസൈഡിൻ്റെ എല്ലാ ഡെഫിനിഷൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ ചെക്ക് ബോക്സും അവിടെ ടിക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു ഇൻസിഡൻ്റാണ് ഈ പറയുന്നത് ഒക്ടോബർ 7 നടന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് നിങ്ങൾക്ക് ജനസൈഡ് അല്ല എന്ന് പറയാൻ കഴിയും? അപ്പോൾ നിങ്ങൾ ജനസൈഡ് അവിടെ നടക്കുന്നു എന്ന് പറയും. ആ ജനസൈഡ് ഇന്ന് നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ജനസൈഡ് തുടങ്ങിയതെന്നാണ് നിങ്ങൾ ആദ്യം തുടങ്ങി വെച്ച ജനസൈഡും. ഇനി ആ ജനസൈഡ് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹോസ്റ്റേഴ്സിനെ വിട്ട് അപ്പം ജനസൈഡ് നിൽക്കും. അതല്ലേ നമ്മൾ സീസ് ഫയറിൽ കണ്ടത്. അങ്ങനെയുള്ള ഒരു വളരെ വിചിത്രമായ ജനസൈഡ്, അതായത് ജനസൈഡ് അവർ നേരിടുന്നു എന്ന് പറയുന്ന ആളുകൾ ഈ ഹോസ്റ്റേജസിനെ വെച്ചിട്ട് നിലവിളിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് സത്യത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സാന്ദർഭികമായിട്ട് കാക്കന്മാരൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ എങ്ങനെയാണ് നാട്ടുകാരെ അവിശ്വസിക്കുന്നവരായിട്ട് മാറുന്നത് എന്നതും കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. യെസ്, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.